ഒരു കോയിൻ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ ഏത് പ്രൈസിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ടു എക്സിറ്റ് എന്നറിയുന്നത്. എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നറിയുന്നതാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കീ സ്ട്രാറ്റജി. അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ബിറ്റ് കോയിൻ ഏകദേശം എത്ര പ്രൈസ് വരെ പോകും എന്ന് ഒരു റഫ് ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ തുടക്കത്തിലായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ, ഒരു പ്രൊഡിക്ഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ കാര്യമായിട്ട് ബാധിക്കും. എന്തൊക്കെയാണ് ഇൻഡസ്ട്രി ലീഡേഴ്സ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ബിറ്റ് കോയിൻ പ്രൊഡിക്ഷൻസ്? ഡിഫറെൻറ്റ് പ്രൊഡിക്ഷൻസിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രൈസ് ടാർഗറ്റ്സ് എത്രയൊക്കെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിനായി let's dive into the video along with me, Febin Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും പ്രീവിയസ് ഹിസ്റ്ററിയിലെ ഒരു അപ്രീസിയേഷനും ഡിമാൻഡ്സും വെച്ചും പ്രീവിയസ്ലി പ്രൂവൺ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസും വെച്ചും ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പല പല ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് ഇതിൻ്റെ വേരിയസ് പ്രൈസ് പ്രൊഡിക്ഷൻ നോക്കിക്കണ്ട് ഒരു റഫ് ഐഡിയ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ഏകദേശം എപ്പോൾ ബുൾ റൺ അവസാനിക്കുമെന്നും എപ്പോൾ തൊട്ട് നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്യണം, എക്സിറ്റ് ചെയ്യണമെന്നും പ്ലാൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു വ്യൂവിലാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. യൂഷ്വലി ബുൾ മാർക്കറ്റിൻ്റെ പീക്കിൽ ഒരുപാട് പ്രൊപ്പഗാൻഡ വരികയും ഒരുപാട് ആളുകൾ വന്ന് ലോഗിൻ ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് ആക്ച്വലി ദ ബെയർ മാർക്കറ്റ് സ്റ്റാർട്ട്. സോ നമ്മൾ ക്രിപ്റ്റോയെക്കുറിച്ച് പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഏകദേശം ഒരു പീക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ വി ഷുഡ് ബി കോഷ്യസ് ആൻഡ് വി ഷുഡ് പ്ലാൻ ടു എക്സിറ്റ്, നോട്ട് ദ അതർ വേ. എങ്കിലേ നമ്മുടെ ഗെയിൻസ്, ഇപ്പോൾ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഗെയിൻസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം. അല്ലാതെ ഇതൊരു ബൈബിളായിട്ട് എടുക്കരുത്. ദിസ് ഈസ് എ വെരി വെരി റഫ് ഗൈഡ് ലൈൻ. ഒന്നാമത്തെ മോഡൽ ഇതുവരെ ഏറ്റവും അധികം പ്രൂവൺ ആയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് സ്റ്റോക്ക് ടു ഫ്ലോ. അത് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സൈക്കിളിൽ അത് ഫെയിലായി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിലുള്ള വിശ്വാസം കുറേ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് സ്റ്റിൽ ഹോൾഡ്സ് ട്രൂ. അതിൻ്റെ ക്രിയേറ്റർ സ്റ്റിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. നമുക്ക് എന്താണ് സ്റ്റോക്ക് ടു ഫ്ലോ എന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ട്വിറ്ററിൽ പ്ലാൻ ബി എന്നറിയപ്പെടുന്ന ഒരു ഡാറ്റാസ് അനലിസ്റ്റ് ആണ്. സോ പുള്ളി ചെയ്യുന്നത് ബിറ്റ് കോയിൻ്റെ സ്റ്റോക്കും അതിൻ്റെ ഫ്ലോയും തമ്മിലുള്ളൊരു പ്രൈസ് കമ്പാരിസൺ നടത്തി അതിനൊരു മോഡലാക്കി അതിൻ്റെ സ്കെയർസിറ്റി, ഡിമാൻഡ്, അതിൻ്റെ നടക്കാൻ സാധ്യതയുള്ള ഇവൻറ്റ്സ് ഒക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് പ്രൊഡിക്ഷനാണ്. ഇതിൽ ഗോൾഡിൻ്റെ മൈനിങ് പ്രോസസ്സുമായിട്ടാണ് ബിറ്റ് കോയിൻ്റെ മൈനിങ് പ്രോസസ്സിനെ കമ്പയർ ചെയ്യുന്നത്. അതായത് ലോകത്ത് ഒരു ഫൈനൈറ്റ് സപ്ലൈ ഓഫ് ഗോൾഡ് ഉണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഒരു ഇയറിൽ സർട്ടൺ എമൗണ്ട് ഓഫ് ഗോൾഡ് മൈൻ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഗോൾഡിൻ്റെ ഡിമാൻഡ് പോപ്പുലേഷനിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. ലോകത്ത് 100 കിലോ ഗോൾഡ് ഉണ്ട്. അതിൽ 60 കിലോ ഗോൾഡ് മൈൻ ചെയ്ത് കഴിഞ്ഞു. 60 കിലോ ഗോൾഡിന് ഇത്ര ഡിമാൻഡ് ഉണ്ട്. റിമൈനിങ് 40 kg ഗോൾഡ് നമ്മൾ ഓരോ വർഷവും 1 കിലോ വെച്ച് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ഡിമാൻഡിനെ മൈൻ ചെയ്തെടുക്കുന്ന സപ്ലൈ കൊണ്ട് എങ്ങനെ മീറ്റ് ചെയ്യാം? ഒരു സൈഡിൽ ഗോൾഡിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്, ദർ ഇസ് എ സ്കെയർസിറ്റി. ഒരു സൈഡിൽ കുറച്ച് ഓൾറെഡി മൈൻ ചെയ്ത് കഴിഞ്ഞു, അതിനൊരു ഡിമാൻഡ് ഉണ്ട്. മൂന്നാമത്തെ പാർട്ട്, പുതിയതായിട്ട് മൈൻ ചെയ്ത് എടുക്കുന്ന ഗോൾഡിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. ഈ 3 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിറ്റ് കോയിൻ്റെ മൈനിങ്ങും അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ റിമൈനിങ് സപ്ലൈയും ഇതിന് തത്തുല്യമാണ്. അപ്പോൾ ഗോൾഡ് മൈനിങ്ങിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫോർമുല, അതാണ് സ്റ്റോക്ക് ടു ഫ്ലോ. ബേസിക്കലി അത് ബിറ്റ് കോയിനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബിറ്റ് കോയിൻ ഹാവിങ് വരുമ്പോൾ അതിൻ്റെ സപ്ലൈയിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ ഗോൾഡിൻ്റെ മൈനിങ് സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷനുമായി കമ്പയർ ചെയ്ത് ഒരു പ്രഡിക്ഷൻ മോഡൽ, അതാണ് സ്റ്റോക്ക് ടു ഫ്ലോ എന്ന് പറയുന്ന മോഡൽ. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ബിറ്റ് കോയിൻ്റെ പീക്ക് പ്രൈസ് പ്രഡിക്ഷൻ സ്റ്റോക്ക് ടു ഫ്ലോ മോഡൽ പ്രകാരം 100K ആയിരുന്നു. അത് നടന്നില്ല. ഏകദേശം 67-69K ആയപ്പോഴേക്കും അത് തിരിച്ചു വന്നു. അതോടുകൂടി അതിൻ്റെ വിശ്വാസ്യത ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ സൃഷ്ടാവായ പ്ലാൻ ബി സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പോൾ അതാണ്
ഈ ട്വിറ്ററിൽ കാണുന്നത്. ഇതാണ് പുള്ളിയുടെ ട്വീറ്റ്. ഏകദേശം ഈ വർഷം മാർച്ച് 24 പുള്ളി ട്വീറ്റ് ചെയ്ത ട്വീറ്റാണ്. ഇതിൽ പറയുന്നത് ബിറ്റ്കോയിൻ സ്റ്റോക്ക് ടു ഫ്ലോ മോഡൽ സ്റ്റിൽ ഹോൾഡ്സ് ട്രൂ ആൻഡ് അതിൽ ചെറിയൊരു ഡീവിയേഷൻ വന്നെങ്കിലും ഇതിൽ കാണുന്ന ഈ ബ്രൗൺ ലൈനാണ് പുള്ളിയുടെ പ്രൊഡിക്ഷൻ. ഈ കാണുന്ന റെഡ് ഡോട്ട്, യെല്ലോ ഡോട്ട്, ഗ്രീൻ ഡോട്ട്, ബ്ലൂ ഡോട്ട്സ് ആണ് അതിൽ വരുന്ന വേരിയേഷൻസ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ചെയ്യണം. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് ചെറിയ ഡീവിയേഷൻ വന്നെങ്കിലും ദ ബിറ്റ്കോയിൻ പ്രൈസ് ഈസ് ഗോയിങ് ബാക്ക് ആസ് പെർ ഹിസ് പ്രൊഡിക്ഷൻ. അത് തന്നെയാണ് പുള്ളി പറയുന്നത്. ഇതിൻ്റെ കമൻറ്റിലെ ആൾക്കാർ പുള്ളിയെ കളിയാക്കി പല ഇത് പറയുന്നുണ്ടെങ്കിലും പുള്ളി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ബൈ ദ വേ ദിസ് ഹാവിംഗ് സൈക്കിൾ ഈസ് നോട്ട് ഓവർ യെറ്റ്, 1 year to go. അപ്പോൾ ആ ഒരു ഫാക്ടർ വെക്കുമ്പോൾ ഈ ഒരു ഇയർ, അതായത് നെക്സ്റ്റ് ഹാവിംഗ് എത്തുമ്പോഴേക്കും ദർ ഇസ് എ ചാൻസ് ബിറ്റ്കോയിൻ ക്യാൻ റീച്ച് ഇറ്റ്സ് ഓൾ ടൈം ഹൈ. ഒരു സാധ്യത ഉണ്ട്. അതായത് ബുൾ മാർക്കറ്റിന്റെ പീക്കിൽ ബിറ്റ്കോയിൻ പ്രൈസ് ഒരു 288K എത്തുമെന്നാണ് സ്റ്റോക്ക് ടു ഫ്ലോ മോഡൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഫെയിലായി എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മളൊരു ധാരണയിലെത്താൻ. അടുത്ത മോഡൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോട്ടിവേറ്റിംഗ് മീ. രണ്ടാമത്തെ മോഡൽ പ്രീവിയസ് ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ എത്രത്തോളം അപ്രീസിയേഷൻ വന്നു, അത് എത്ര പെർസെൻറ്റേജ് വെച്ച് റിഡ്യൂസ് ചെയ്തു എന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് 2 സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാകാം, ഇതിന് മുമ്പത്തെ സൈക്കിളിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് $122, അതിൻ്റെ പീക്ക് 2017 ഈ $20K എത്തി. അതായത് ഫ്രം ഒരു 30x ആണ് റഫ്ലി വരുന്നത്. 2021 സൈക്കിളിൽ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് റഫ്ലി 3Kയും അതിൻ്റെ പീക്കിൽ ഒരു 70Kയും എത്തി. അതായത് റഫ്ലി 20x. നോക്കൂ, ഇതിന് മുമ്പത്തെ സൈക്കിളിൽ ബിറ്റ്കോയിൻ്റെ ലോ പോയിന്റ് ടു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് 30x ആയിരുന്നു. ഇപ്പോഴത്തെ സൈക്കിളിൽ, അതായത് ഇക്കഴിഞ്ഞ 2021 സൈക്കിളിൽ ബിറ്റ്കോയിൻ്റെ ലോ ടു ഹൈ എന്ന് പറയുന്നത് 20x ആണ്, അതായത് 3K to 70x. അപ്പോൾ ആ റിഡക്ഷൻ 30x to 20x എന്ന് പറയുന്നത് ഒരു 33% റിഡക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ 2024 ഹാവിംഗ് സൈക്കിളിൽ നമുക്കൊരു മിനിമം ഇതിൻ്റെ കറണ്ട് ലോ പോയിന്റിൽ നിന്ന് ഹൈ പോയിന്റിലേക്ക് ഒരു 10x to 11x എങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ കറണ്ട് ലോ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് ലോവസ്റ്റ് പ്രൈസ് ഓഫ് ബിറ്റ്കോയിൻ, അസ്യൂമിങ് ഇതിൻ്റെ വില ഇതിലും താഴെ പോകില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 16K. 16K എന്ന് ഒരു 10x എടുക്കുകയാണെങ്കിൽ പീക്ക് പ്രൈസ് ഓഫ് ദിസ് ബുൾ റൺ ക്യാൻ ബി $160,000. ഇതാണ് രണ്ടാമത്തെ ഒരു മോഡൽ. പിന്നീട് ഫേമസ് ആയിട്ടുള്ള പലരും, ഇപ്പോൾ കാത്തി വുഡ് ഫ്രം ആർക്ക് ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മൈക്കൽ സെല്ലർ ഫ്രം മൈക്രോ സ്ട്രാറ്റജി, അങ്ങനെ പലരും പല പ്രൊഡിക്ഷൻസും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ മോസ്റ്റ് റിലയബിൾ എന്ന് പറയാവുന്ന ഒരാൾ ടിം ഡ്രൈപ്പർ ആണ്. കാരണം ടിം ഡ്രൈപ്പർ ആണ് സിലിക്കൺ വാലിയിലെ ടെക് ഇൻവെസ്റ്റേഴ്സിലെ ബിഗ് ആൻഡ് നമ്പർ 1, പ്രൂവൺ ഫോർ ഇറ്റ്. ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് വൺ ടു ഗെറ്റ് ഇൻ ടു ക്രിപ്റ്റോ ആസ് വെൽ, ബിറ്റ്കോയിൻ ആസ് വെൽ. അതായത് സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഡീലിംഗ് വെബ്സൈറ്റ് അമേരിക്കൻ FBI സീസ് ചെയ്തപ്പോൾ കണ്ടെടുത്ത ബിറ്റ്കോയിൻസ് മേടിച്ച് പണ്ട് തൊട്ടേ ബിറ്റ്കോയിനുള്ള ഒരു വ്യക്തിയാണ് ടിം ഡ്രൈപ്പർ. അദ്ദേഹത്തിന്റെ പ്രൊഡിക്ഷൻ പ്രകാരം ഇപ്രാവശ്യത്തെ ബുൾ റണ്ണിൽ ഏകദേശം 250K എത്തും എന്നാണ് പറയുന്നത്. ഇതാണ് വേറൊരു പീക്ക് പ്രൊഡിക്ഷൻ ഓഫ് ബിറ്റ്കോയിൻ. ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് ഡിഫറെൻറ്റ് മോഡൽസ് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തികൾ പറയുന്നത് എല്ലാം റഫ്ലി ബിറ്റ്കോയിൻ ഒരു 200K എങ്കിലും എത്തുമെന്നാണ് ഒരു സേഫസ്റ്റ് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ. ഇത് ടെക്നിക്കലി നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ട് മോഡലാണ് ബിറ്റ്കോയിൻ റെയിൻബോ ചാർട്ട്. ഇത് ബിറ്റ്കോയിൻ ഉണ്ടായപ്പോൾ തൊട്ടുള്ള എല്ലാത്തിൻ്റെയും പ്രൈസ് കാണിക്കുകയും അതിൻ്റെ പ്രൈസ് ഏത് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ബാൻഡിങ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മോഡൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതിൽ നമുക്ക് കാണാം, ഇതിന് റെയിൻബോ ചാർട്ട് എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് കാണാം. ഏറ്റവും താഴെയുള്ള പർപ്പിൾ എത്തുമ്പോൾ ബ്ലൂ ആവുകയും, അതായത് ബൈസോൺ ആവുകയും, ഏറ്റവും മേലെ എത്തുമ്പോൾ എക്സ്ട്രീം ഡിമാൻഡ് വന്ന് അത് ഓവർഷൂട്ട് ആവുകയും ചെയ്തു. അതായത് റെഡിൽ എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സെല് ചെയ്യണം എന്നാണ് അർത്ഥം. കഴിഞ്ഞ ബുൾ റണ്ണിൽ പക്ഷേ അത് ഏകദേശം ഒരു മിഡിലിൽ എത്തിയപ്പോഴേക്കും ഇറ്റ് കെയിം ഡൗൺ. അപ്പോൾ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി
ഇത് പർപ്പിൾ സോണിലാണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ. അത് നമ്മളെല്ലാവരും കാലങ്ങളായിട്ട് പറയുന്നതാണ്. ആൻഡ് ദ കറന്റ് ഡിമാൻഡ് ഈസ് ഇൻക്രീസിങ്. അതിനുള്ള 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ദ എക്സ്പെക്ടേഷൻ ഓഫ് ബ്ലാക്ക് റോക്ക് ETF. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഹാവിംഗ് വരുന്നുണ്ട് 2024 ഏപ്രിലിൽ നിന്ന്. മൂന്നാമത് ദർ ഈസ് എ FASB അക്കൗണ്ടിങ്, ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ട് ക്രിപ്റ്റോയുടെ അക്സെപ്റ്റൻസ് കൂടുമെന്നും പ്രൈസ് ഇത്രയും കൂടി കൂടുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പറഞ്ഞതൊക്കെ പ്രഡിക്ഷൻ ആണെങ്കിലും റിയൽ വേൾഡ് വെൻ വി ഗെറ്റ് ഇൻ ടു 24 വി ഷുഡ് ട്രാക്ക് ദിസ് ചാർട്ട്. whenever it's turned on the upper side, that is the red സൈഡിലേക്ക് എത്തുമ്പോൾ തന്നെ we should be cautious. ആ സമയത്ത് നമ്മൾ മേടിക്കുന്നത് പരമാവധി കുറയ്ക്കണം. when the chart reach the upper band, അപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ പിന്നെ ട്രെൻഡ് ഡൗൺവേർഡ്സ് ആയിരിക്കും, മിക്കവാറും കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. 2024 ബിറ്റ്കോയിൻ ഹാവിംഗിൽ വരാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് പ്രഡിക്ഷൻസ് ഫ്രം ഡിഫറെൻറ്റ് മോഡൽസും ഡിഫറെൻറ്റ് പ്രഡിക്ഷൻസ് ഫ്രം ഫേമസ് ഇൻവെസ്റ്റേഴ്സും നമ്മൾ കണ്ടു. ആക്ച്വലി 24 എത്തുമ്പോൾ ഏകദേശം പീക്ക് എത്തിയോ ഇല്ലയോ എന്ന് അറിയാനുള്ള പ്രൂവൺ മോഡലും നമ്മൾ കണ്ടു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട് ഹു വാണ്ട് ടു മേക്ക് ഇറ്റ് ഇൻ ക്രിപ്റ്റോ.